ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നന്ദി വാക്കുകളുകൊണ്ട് എനിക്ക് നിന്നോടുള്ള വികാരം എന്തെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എന്താ വർമ്മ സാറേ, എന്റെ ജീവൻ പണയം വെച്ചിട്ടാണെങ്കിലും മാഡത്തെ രക്ഷിക്കേണ്ട കടമ എനിക്കുള്ളതല്ലേ? എന്താ രാജു? രാജു മേഡം, തീയോ മേഡം? രാജു അച്ഛാ, രാജു. വർമ്മ സാറേ, ഒന്ന് വേഗം പറഞ്ഞേ. രാജുവിന്റെ ശബ്ദമല്ലേ അത്? ഒന്നുമില്ല ഒന്നുമില്ല മേഡം. മേഡം വർമ്മ സാറേ, എന്താ ഇത്? എന്താ എന്താ പറ്റിയേ മോളെ? രാജു എന്താ ഇത്? ഹൃദയ താഴെ ഇറക്ക. മോളെ എന്ത് പറ്റിയ രാജു? സാർ അത് റൂമില്. മോളെ ഹൃതികെ, എന്താ നിനക്ക് പറ്റിയേ? എന്താണെന്ന് അറിയില്ല അച്ഛാ. ഞാൻ മുറിയിലേക്ക് കയറിയതും പെട്ടെന്ന് റൂമിൽ തീ പിടിച്ചു. എന്നിട്ട് എനിക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നു. എന്താ മോനെ ഇത്? ഇതെങ്ങനെയാ നമ്മുടെ മുറുകിയത് തീ പിടിക്കുന്നേ? ഡബിളാരെ, നിങ്ങൾ ആ മുറിയിൽ തീ പിടിക്കുന്ന എന്തെങ്കിലും സാധനം കൊണ്ടുവച്ചോ? അത് ഇല്ല, ഞങ്ങളൊന്നും കൊണ്ടുവച്ചില്ല. അയ്യോ, രാജുവിന് ദേഹത്തും പരിക്കുണ്ടല്ലോ. അത് കുഴപ്പമൊന്നുമില്ല സാർ. ഞങ്ങളെ ഞാൻ ഡോക്ടറെ വിളിക്കാം. ഡോക്ടറെന്ന് വിളിക്കണ്ട രാജു. എനിക്ക് നിന്നോട് എന്താ പറയണ്ടെന്ന് അറിയില്ല. എന്റെ മകളുടെ ജീവനാണ് നീ രക്ഷിച്ചത്. നന്ദി വാക്കുകളുകൊണ്ട് എനിക്ക് നിന്നോടുള്ള വികാരം എന്തെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എന്താ വർമ്മ സാറേ, എന്റെ ജീവൻ പണയം വെച്ചിട്ടാണെങ്കിലും മാഡത്തെ രക്ഷിക്കേണ്ട കടമ എനിക്കുള്ളതല്ലേ? രാജു, കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല സാർ. അച്ഛാ, വേദനയൊന്നുമില്ലെന്ന് രാജു ചുമ്മാ പറയുന്നതാ. ചെറിയ പൊള്ളലുള്ള എനിക്ക് തന്നെ നല്ല പെയിനുണ്ട്. ഒന്ന് മാറിക്കേ. ഡോക്ടർ, ഈ കുട്ടിക്കാണ് കൂടുതൽ പൊള്ളലേറ്റത്. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിയാണ്. ഞാൻ നോക്കട്ടെ. ഡോക്ടർ, എന്നെക്കാളും കൂടുതൽ പൊള്ളലേറ്റത് രാജുവിന്. ഡോക്ടർ ആദ്യം രാജുവിനെ ഒന്ന് നോക്ക്. ഞാൻ നോക്കാം. നല്ല റെസ്റ്റ് വേണം. ഞാൻ കുറച്ച് ടാബ്ലറ്റ്സ് ഓയിന്റ്മെന്റ് എഴുതി തരാം, അത് വാങ്ങണം. പ്രിസ്ക്രിപ്ഷൻ തന്നാൽ മതി, ഞങ്ങൾ വാങ്ങിച്ചോളാം. ശരി. ഋതിക നന്നായി പേടിച്ചു പോയല്ലേ? ടെൻഷൻ ആവണ്ട. നല്ലപോലെ വെള്ളമൊക്കെ കുടിക്കണം, സമാധാനായിട്ടിരിക്കണം. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ധൈര്യം കൈവിടരുത്. എന്തായാലും ഒരാൾ വന്ന് രക്ഷപ്പെടുത്തിയല്ലോ, അത് തന്നെ മഹാഭാഗ്യമെന്ന് കരുതുക. താങ്ക് യു ഡോക്ടർ. ശരി.
രാധികയ്ക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഉടനെ തന്നെ ഋതികയുടെ ജാതകം എടുത്ത് നോക്കണം. ഞാൻ ഇതുവരെ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഇനി അങ്ങോട്ട് എന്റെ മകളുടെ കാര്യത്തിൽ എനിക്ക് ശ്രദ്ധ വേണം. എന്നാ നമുക്ക് ഇറങ്ങാം പ്രതാപേട്ട. ശരി, വാ മോളെ, പതുക്കെ. വർമ്മയം, റിയലി സോറി. ഇങ്ങനെയൊന്നും ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല. ഞങ്ങളുടെ ശ്രദ്ധ കുറവുണ്ടാ. ഏയ് അങ്ങനൊന്നും പറയില്ലേ. ശ്രദ്ധ കുറവുണ്ടെന്നല്ല, വരാനുള്ളത് വഴി തങ്ങില്ലെന്നല്ലേ. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ആ, നമ്മളൊരു മുൻകരുതൽ എടുത്തേ പറ്റൂ. റോഹ, അങ്ങളെ താൻ വിഷമിക്കണ്ട. നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചാണെന്നുള്ള വിഷമമൊന്നും വേണ്ട. അങ്ങനെ ഒന്നുമല്ല കേട്ടോ, ടെൻഷൻ ആവാതെ. ശരി അങ്കിൾ. ചേച്ചി പോവാ, വാ. നടക്കും മോളെ. രോഹൻ, എങ്കി ബായ്. ഇനിയും കാണാ കേട്ടോ. ശരി, ആയിക്കോട്ടെ. നിക്ക്. നീ ചെയ്തു തന്ന ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. റോഹൻ സാർ, ഞാൻ എന്റെ കടമയാ ചെയ്ത. നാശം. രാധമ്മേ, രാജു ഇതുവരെ വന്നില്ലേ? ഇല്ല മോളെ, അവൻ ഇതുവരെ വന്നില്ല. എന്താ? ഏയ് ഒന്നുമില്ല, ഞാൻ രാജുവിനെ കാണാൻ വേണ്ടിട്ട് വന്നതാ. അവനാ രോഹൻ സാറിന്റെ വീട്ടില് ബർത്ത്ഡേ പാർട്ടിക്ക് പോയതല്ലേ? തിരിച്ചു വരുമ്പോ കാണാലോ. എന്താ അത്യാവശ്യമാണോ? ഹേയ്, അത്യാവശ്യമൊന്നുമില്ല വേണമെങ്കിലേ. രാജുവിനെ ഒന്ന് കാണണം, സംസാരിക്കണമെന്ന് തോന്നി. അപ്പൊ തന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു. അല്ല, രുക്മിണി എവിടെ മോളെ? ആ, അമ്മ വാടക പിരിക്കാൻ വേണ്ടി പോയിരിക്കുക. ആ വേണോട്ടാ, നമ്മളും വാടക കൊടുക്കാനുള്ള ദിവസം ഇങ്ങ് അടുത്തു. എന്താ പറഞ്ഞേ? അല്ല, ഞങ്ങളും വാടക തരാനുള്ള ദിവസം ഇങ്ങ് അടുത്തു എന്ന് പറഞ്ഞതാ. രാധമ്മ എന്തേ പറയുന്നേ? ഇനി അമ്മ രാധമ്മയോട് വാടക ചോദിക്കുന്നാണോ കരുതുന്നേ? അമ്മ ഇനി രാധമ്മയോട് വാടക ചോദിക്കോ, വാട്ടർ ബില്ല് ചോദിക്കോ, കറണ്ട് ബില്ല് ചോദിക്കോ ഒന്നും ചെയ്യില്ല. ആണോ? രമ്യേ, അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞാലും ഞങ്ങൾ അതൊന്നും ആഗ്രഹിക്കുന്നില്ല. അത് അഭിമാനമുള്ളവർക്ക് ചേർത്ത പണിയല്ല. വേണുങ്ങൾ എപ്പോഴും ഇങ്ങനെ അഭിമാനത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാതെ എല്ലാ മാസവും കൊടുക്കുന്ന വാടക കാശ് ബാങ്കിൽ സേവിങ്സ് ആയിട്ട് വെക്കാൻ നോക്ക്. പ്രായമാവുമ്പോഴേ പെൻഷൻ പോലെ നിങ്ങൾക്കത് ഉപയോഗിക്കാലോ. ഇത് വർമ്മ സാറിന്റെ കാറാണല്ലോ. നോവിനാലേ